മഴത്തോരും മുമ്പയുടെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. മനു ബാലചന്ദ്രനെ വിളിക്കുന്ന സമയത്ത് തങ്ങൾ എവിടെയുള്ളതെന്നുള്ള കാര്യം പറയാം, പക്ഷേ മറ്റാരും ഇത് അറിയാൻ വേണ്ടി പാടില്ല എന്ന് പ്രത്യേകം മനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതിന് ശരിയെന്ന് മനു പറയുന്നത് കൊണ്ട് തന്നെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും അവർ നിൽക്കുന്ന റിസോർട്ടിലേക്ക് അവരെ കാണാൻ വേണ്ടിയിട്ട് മനു എത്തുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു വരണമല്ലോ, എന്നേക്കുമായിട്ട് റിസോർട്ടിൽ നിൽക്കാനൊന്നും ഇവർക്ക് പറ്റില്ല. വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ചില കണ്ടീഷൻസ് വെക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഈ കാര്യങ്ങളൊക്കെ വൈജയുമായിട്ടും അലിനെ അവിടുന്ന് ചവിട്ടി ഇറക്കിയത് രാജീവാണല്ലോ, അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് അറിയിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മനുവിന്റെ അടുത്ത് പറയുന്നത്. അവർക്ക് ബാലേന്ദ്രൻ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ തിരികെ അവര് വീട്ടിലേക്ക് വരുള്ളൂ, ഇല്ലെങ്കിൽ അവര് സ്വന്തമായിട്ട് എവിടെയെങ്കിലും വീടെടുത്തിട്ട് അങ്ങോട്ട് മാറാനുള്ള പരിപാടി എന്നുള്ള കാര്യം കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് മനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ബാലേന്ദ്രന്റെ അടുത്ത് കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് ഒന്നും പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാവാണ് മനുവിന്. ബാലേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ നേരെ വൈജയെ ചെന്ന് കാണുവാണ് ആദ്യം. എന്നിട്ട് വൈജയുടെ അടുത്ത് പറയുന്നുണ്ട് അവര് ഇപ്പൊ ഉള്ളത് ഒരു ഹോട്ടലിൽ തന്നെയാണ്, എവിടെയാണെന്നുള്ള കാര്യമൊന്നും ആന്റി തൽക്കാലം എന്റെ അടുത്ത് ചോദിക്കരുത്, എനിക്കത് പറയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. അവര് എവിടെ ആയിക്കോട്ടെ, അത് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ കൃഷ്ണമോളെ എത്രയും വേഗം തന്നെ തിരികെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതിനെക്കുറിച്ച് ആന്റി ഞാൻ കൃഷ്ണമോളടുത്ത് ചോദിച്ചു, എന്റെ കൂടെ തിരികെ വരുന്നോ എന്നുള്ള കാര്യം. പക്ഷേ അവൾ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വീട്ടിലേക്ക് തിരികെ വരുവാണെന്നുണ്ടെങ്കിൽ അച്ഛനോടൊപ്പം അലീന ചേച്ചിയോടൊപ്പം മാത്രമേ അവള് വരൂ എന്നുള്ളതാണ്. അതെന്താ അവള് അങ്ങനെ പറഞ്ഞത്? അവൾക്കെന്താ ഒരു പെട്ടെന്നൊരു മാറ്റം? അതിനെക്കുറിച്ചൊന്നും ആന്റി എനിക്കറിയില്ല. അങ്കിള് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്, പക്ഷേ ആന്റി ചില കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അങ്കിള് പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ മാത്രമേ അവര് തിരികെ ഈ വീട്ടിലേക്ക് വരുള്ളൂ, ഇല്ലെങ്കിൽ അവര് സ്വന്തമായിട്ട് ഒരു വീടെടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറും എന്നുള്ള കാര്യമാണ് അങ്കിള് ഇപ്പൊ തൽക്കാലത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണാവോ കണ്ടീഷൻസ്? അലിനിയെ തിരികെ പഴയതുപോലെ തന്നെ ഇവിടേക്ക് കൊണ്ടുവരും. അത് കേട്ട ഉടനെ തന്നെ വൈജയാണെങ്കിൽ ചാടി കടിക്കുന്നത് പോലെ അതൊരിക്കലും നടക്കില്ല. അവര് സ്ഥിരമായിട്ട് റിസോർട്ടിൽ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും അലീനയെ തിരികെ ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചാടി കളിക്കുമ്പോൾ ആന്റി ചാടി കളിക്കാതെ കാര്യങ്ങൾ മൊത്തമായിട്ട് കേൾക്കൂ. നീ പറ എന്ന് താല്പര്യമില്ലാത്ത രീതിയിൽ വൈജ പറയുന്നുണ്ട്. തുടർന്ന് മനു പറയുന്നത്, ആന്റി അലീന ഇങ്ങോട്ട് തിരികെ വന്നാല് അവളെ ഒരു രീതിയിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പാടില്ല. ബാലചന്ദ്രൻ അങ്കിളുടെ കാര്യങ്ങളെല്ലാം അവൾ തന്നെ നോക്കണം നിർബന്ധമാണ്. പിന്നെ ഇന്നലെ കാണിച്ചതുപോലെ ഓരോ തോന്നിയാസങ്ങൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് നേരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യും. പിന്നെ അങ്കിള് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അവളെ ഒരു ജോലിക്കാരിയായിട്ട് വീട്ടിൽ തിരികെ കയറ്റില്ല എന്നുള്ളതാണ് ആന്റിയുടെ നിലപാട് എങ്കിൽ അങ്കിളിന്റെ സ്വത്തുക്കളെല്ലാം അലീനയുടെ പേരിലേക്ക് എഴുതി കൊടുക്കും, ഈ വീടടക്കം. പിന്നെ അലീനയുടെ വീട്ടില് ആന്റി താമസിക്കുന്ന അവസ്ഥയാവും വരാൻ വേണ്ടി പോകുന്നത്. ഇയാൾ എന്തിനാണ് ഒരു ജോലിക്കാരിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു ജോലിക്കാരിയെ ഈ വീട്ടിലേക്ക് കയറ്റണ്ട എന്നുള്ള കാര്യം പറഞ്ഞതിന്റെ പേരില് എന്തിനാണ് ഞാനുമായിട്ട് അയാൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അലീനയും ഇയാളും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അതിനെക്കുറിച്ചൊന്നും ആന്റി എനിക്കറിയില്ല. അങ്കിള് പറഞ്ഞതുപോലെ തന്നെ സ്വത്തുക്കളെല്ലാം അലീനയ്ക്ക് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്കിള് ചിലപ്പോൾ അത് ചെയ്തിരിക്കും. ആന്റിക്ക് അറിയാലോ, അലീനയെ ഇവിടുന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്കിളും ഇവിടെ നിന്നുള്ള ഇറങ്ങും എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ഇപ്പോ വെറും ഒരു ജോലിക്കാരിയായ അലീനയെ ഇവിടുത്തെ വീടിന്റെ മുതലാളിയാക്കാനുള്ള പരിപാടിയൊന്നും ആന്റി ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആന്റി കുറച്ചൊന്ന് ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. ഇതൊന്നും കേട്ടിട്ട് വൈജയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. എന്തായാലും ആന്റി ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ആന്റിയുടെ തീരുമാനം എന്താണെന്നുണ്ടെങ്കിലും ഞാൻ അതുപോലെ തന്നെ അങ്കിളിനെ അറിയിച്ചോളാം. ഇപ്പോ ഞാൻ ഇറങ്ങാണെന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കമലയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. കമലയുടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ രാജീവനെ വിളിച്ചിട്ട് മനു വന്ന പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വൈജ അറിയിക്കുന്നുണ്ട്. രാജീവനാണെന്നുണ്ടെങ്കിൽ മനു വരുന്നതും കാത്ത് അവിടെ ഇങ്ങനെ തിന്നാൻ കണക്കുന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണേ. മനു വന്ന ഉടനെ തന്നെ രാജീവൻ ചോദിക്കുന്നുണ്ട്, നിന്റെ അങ്കിളിന് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ടോടാ? ഒരു ജോലിക്കാരിയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതിന് അയാളുടെ സ്വത്തുക്കളൊക്കെ ആ പെണ്ണിന്റെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നൊക്കെ പറയുന്നു. ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് അല്ല, എന്തോ തലയ്ക്കാണ് സുഖമില്ലാത്തത്. ആദ്യം കൊണ്ടുപോയിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ ഇടാണ് വേണ്ടത്. അങ്കിള് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏത് രീതിയിൽ എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മറുപടി എന്താണെങ്കിലും ഉടനെ തന്നെ പറയണം. എനിക്ക് അങ്കിളിനെ വിളിച്ച് പറയാനുള്ളതാണ്. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം അവർക്ക് റിസോർട്ടിൽ നിന്നും വേറെ വീടെടുത്ത് മാറണോ അതോ തിരികെ അങ്കിളുടെ വീട്ടിലേക്ക് വരണോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇളയച്ചൻ ആന്റിയുടെ അടുത്തൊന്ന് സംസാരിച്ചതിന് ശേഷം പറയാൻ വേണ്ടിയിട്ടാണ് മനു പറയുന്നത്.
രാജീവൻ അത് കഴിഞ്ഞിട്ട് വൈജയെ വീണ്ടും വിളിക്കുകയാണ്. വൈജയ്, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങള്, ഇത് മൊത്തത്തിൽ വഷളാവുന്നാണ് തോന്നുന്നത്. അല്ലെങ്കിലും അലീന ഇപ്പം അവിടെ നിൽക്കുന്നതിൽ നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ രാജീവേട്ട ഇപ്പം അങ്ങനെ പറയുന്നത്? അയാൾ ആ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആ വീട്ടിൽ എന്ത് വില ഉണ്ടാവും എന്നാണ് വൈജയ് പറയുന്നത്. പിന്നെ അവളുടെ കീഴിൽ നീ അവളുടെ ജോലിക്കാരിയെ പോലെ ജീവിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് കുറച്ച് താന്നു കൊടുക്കുന്നതല്ലേ? നീ എന്തായാലും അലീനയുടെ മുമ്പ് താന്നു എന്ന് വരില്ലല്ലോ. കൃഷ്ണമോള് അവരുടെ കൂടെയല്ലേ ഉള്ളത്. അതുകൊണ്ട് അവൾ വരാൻ വേണ്ടിയിട്ട് നീ കുറച്ച് താഴ്ന്നു കൊടുത്തു എന്നുള്ള രീതി തന്നെ ആക്കിയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ മനുവിൻ്റെ അടുത്ത് പോയിട്ട് വൈജയ്ക്ക് കുഴപ്പമില്ല, അലീന തിരികെ വന്നോട്ടെ എന്നുള്ള കാര്യമാണ് രാജീവൻ പറയുന്നത്. ആ കാര്യം തന്നെ വിളിച്ച് ബാലചന്ദ്രൻ്റെ അടുത്തും പറയുന്നുണ്ട്. പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വീട് വിട്ട് രണ്ടുപേരും പോകുന്നു പറയാണേ. പിന്നെ സ്വത്തുക്കളെല്ലാം അലീനയുടെ പേരിൽ എഴുതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അലീനയുടെ വീട്ടിൽ ആരൊക്കെ താമസിക്കണം താമസിക്കണ്ട എന്നുള്ള കാര്യം അലീനയാണ് തീരുമാനിക്കുക എന്നുള്ള കാര്യം കൂടി മനുവിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞത് രാജീവിനെയും അതുപോലെ തന്നെ രാജീവും വൈജയും വിളിച്ച് അറിയിക്കുകയാണ്. അങ്ങനെ 3 പേരും കൂടി തിരികെ വീണ്ടും വീട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. വൈജയുടെ മുഖത്ത് ഒട്ടും തെളിച്ചില്ല. മടിച്ചിട്ടൊക്കെയാണ് നമ്മുടെ അലീന തിരികെ അങ്ങോട്ട് തന്നെ കയറുന്നത്. നീ അങ്ങനെ മടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കും ഈ വീട്ടില് എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്, എന്റെ മക്കളെ പോലെ തന്നെ. അതുകൊണ്ട് നീ വാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കൃഷ്ണമോളുടെയും അലീനയുടെയും കൈ പിടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. അലീനയുടെ അടുത്ത് വന്ന ഉടനെ തന്നെ തനിക്കൊരു ചായ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ ശരി എന്ന് പറഞ്ഞ് അലീന ചായ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരുടെ ആരുടെയും മുമ്പിൽ വെച്ചിട്ട് അലീനയെ ഒന്നും പറയുന്നൊന്നുമില്ല. അലീനയെ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ വൈജ നോക്കുന്നത്. അലീനയ്ക്കാണെങ്കിലും ചെറുതായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ മുറിയിലെത്തി. കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട്. പക്ഷെ കൃഷ്ണമോളുടെ ഈ മാറ്റങ്ങളെ കുറിച്ചിട്ടൊന്നും വൈജയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൃഷ്ണമോളുടെ മുമ്പിൽ വെച്ചിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ജയിച്ചെന്ന് വിചാരിക്കേണ്ട, എന്നേക്കുമായിട്ട് നിനക്ക് ഇവിടെ അങ്ങ് കിടക്ക എന്നുള്ള പ്ലാനൊന്നുമായിട്ട് നീ ഇവിടെ എന്തായാലും വരാൻ വേണ്ടി നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും കൃഷ്ണമോൾക്ക് അങ്ങ് നല്ല ദേഷ്യം വരുന്നുണ്ട്. അമ്മ എന്ത് വർത്താനായി പറയുന്നത്? അലീന ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ്. ചേച്ചി ഇനി ഇവിടെ തന്നെ താമസിക്കും. ഒരുപക്ഷെ അമ്മ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നു കഴിഞ്ഞാലും ചേച്ചി ഒരിക്കലും ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരില്ല. നീ എന്താ നിന്റെ അച്ഛൻ്റെ കൂടെ പോയിട്ട് അച്ഛൻ്റെ പക്ഷം ചേർന്നോ എന്നുള്ള കാര്യമൊക്കെ വൈജ കൃഷ്ണമോളെടുത്ത് ചോദിക്കുന്നുണ്ടേ. അതെ, എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛൻ്റെ പക്ഷം ചേർന്നത്. എന്തായാലും അലീന ചേച്ചിയെ നോവിക്കുക എന്നുള്ള പദ്ധതി അമ്മയുടെ മനസ്സിൽ വെച്ചാൽ മതി. ഇനി അച്ഛൻ മാത്രമല്ല, അലീന ചേച്ചിയെ ഏതെങ്കിലും രീതിയിൽ അമ്മ നോവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ താനും ഉണ്ടാവുമെന്ന് കൃഷ്ണമോള് വ്യക്തമാക്കുകയാണ് വൈജയ്ക്ക് മുന്നില്. കൃഷ്ണമോളുടെ ഈ മാറ്റം കണ്ടിട്ട് വൈജയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. കൂട്ടത്തില് ഏറ്റവും പാവുണ്ടായിരുന്നത് കൃഷ്ണമോളായിരുന്നല്ലോ. എന്നാൽ കൃഷ്ണമോളും തന്നെ എതിർത്തും കണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് കൃഷ്ണമോളെ തിരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വൈജ വിചാരിക്കുന്നത്. എന്തായാലും ഇനി കൃഷ്ണമോളുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് അലീന അവിടെ നിൽക്കാൻ വേണ്ടി പോകുന്നത്. അമ്മ മോശപ്പെട്ട രീതിയിൽ നടന്നത് കൊണ്ടാണല്ലോ അച്ഛനിപ്പോ അമ്മയെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ദേഷ്യം അമ്മയോട് കൃഷ്ണമോൾക്ക്